നടൻ നവാസിന്റെ മരണശേഷം ഭാര്യയും നടിയുമായ രഹന വീണ്ടും അഭിനയരംഗത്തേക്ക്. സംയുക്ത വർമ്മയും മഞ്ജു വാര്യരും പറഞ്ഞത്: ജനിക്കുക എന്നതിലല്ല, ജീവിച്ചു തീർക്കുക എന്നതിലാണ് കാര്യം. എടുത്ത തീരുമാനം ഏറ്റവും മികച്ചത്. പ്രിയതമൻ വിട്ടുപോയതിനു ശേഷം സിനിമയിൽ അഭിനയിച്ചതിന്റെ അനുഭവം പറഞ്ഞ് കലാഭവൻ നവാസിന്റെ ഭാര്യ രഹന നവാസ് മക്കൾക്കായി സ്വന്തം വേദനകൾക്കിടയിലും കരുത്ത് കണ്ടെത്തി ഹാപ്പി ലൂപ്പ് എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നുവെന്ന് രഹന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. സംവിധായകൻ ആനന്ദ് മേനോൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്ററും ലൊക്കേഷൻ ചിത്രങ്ങളും പങ്കുവച്ചായിരുന്നു താരത്തിന്റെ ഹൃദയസ്പർശിയായ കുറിപ്പ്. ഉള്ളിലെ കത്തുന്ന തീ അടക്കിവെച്ച് പുറത്ത് ചിരിക്കാൻ ഞാൻ പഠിച്ചു തുടങ്ങി. ഉള്ളിലെ ബുദ്ധിമുട്ടുകൾ മറച്ചുവെച്ച് പെർഫോം ചെയ്യുക ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്റെ മക്കൾക്ക് വേണ്ടി അതും പരിശീലിച്ചു. സംയുക്ത വർമ്മ വഴി മഞ്ജു ചേച്ചിയാണ് എനിക്ക് ഈ ക്യാരക്ടർ തന്നത്. എനിക്ക് വർക്ക് ചെയ്യാനുള്ള ശക്തിയില്ല എന്ന് ഞാൻ സംയുക്തയോടും മഞ്ജു ചേച്ചിയോടും സംവിധായകൻ ആനന്ദ് മേനോനോടും പറഞ്ഞിരുന്നു. പക്ഷെ അവർ എല്ലാവരും വളരെയധികം എന്നെ പിന്തുണച്ചു. ഈ കഥാപാത്രം ചെയ്യാൻ എന്നെ സഹായിച്ച സംയുക്തയോടും മഞ്ജു ചേച്ചിയോടും ആനന്ദ് മേനോനോടും ആഷിഖ് ഐമറോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. നവാസ്കയുടെ ആത്മാവിന്റെ കൂടെ ഞാൻ എന്നും മുന്നോട്ടു പോകുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോട് സഹകരിച്ച സെറ്റിലെ എല്ലാ അംഗങ്ങളോടും എന്റെ നന്ദി അറിയിക്കുന്നു എന്നും രഹന കുറിച്ചു. നിരവധി പേരാണ് രഹനയെ പിന്തുണച്ച് കമന്റ് ചെയ്തത്. ഉമ്മച്ചി ശക്ത ആയില്ലെങ്കിൽ ഞങ്ങൾ ഇല്ല, ശക്തയാകൂ എന്നായിരുന്നു മകനായ റിഹാൻ കുറിച്ചത്. ശക്തയായിരിക്കൂ എന്ന കമന്റുമായി സംയുക്ത വർമ്മയും രഹനയ്ക്ക് പിന്തുണ അറിയിച്ചു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.